ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ചുരിദാർ കട്ട് വീഡിയോ ആണ്. 40 സൈസിൽ ലൈനിങ്ങിൽ ചുരുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ലൈനിങ്ങിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റിൽ അത് 4 ആക്കി മടക്കിയിടണം. ഷോൾഡർ 7 അടയാളപ്പെടുത്തണം. അവിടെ നിന്ന് താഴേക്ക് 7 അടയാളപ്പെടുത്തുക. ആം ഹോളാണത്. എന്നിട്ട് ജസ്റ്റ് അളവ് 10 അളവ് എടുക്കണം. അവിടെ നിന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ജോയിൻ ചെയ്ത് വരക്കണം അതെല്ലാം കൂടി. പിന്നെ ആ മൂല വരില്ലേ, ആ മൂലയുടെ അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കർവ് പോലെ വരയ്ക്കുക ആം ഹോള്. പിന്നെ ഷേപ്പ് ലെങ്ത് 9 മാർക്ക് ചെയ്യുക. എന്നിട്ട് തയ്യൽ തുമ്പ് 2 ഇഞ്ചും. പിന്നെ ഏറ്റവും പൊക്കത്തുനിന്ന് താഴേക്ക് സ്ലിറ്റ് 20 അടയാളപ്പെടുത്തണം. അവിടെ നിന്ന് ഹിപ്പ് ലെങ്ത്ത് 10 അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് തയ്യൽ തുമ്പും. താഴത്തെ വണ്ണം 14 അടയാളപ്പെടുത്തണം. മാർക്ക് ചെയ്തതാണത്. കൃത്യ അളവാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാൻ അടയാളപ്പെടുത്താനായിട്ട് ആം ഹോളിൻ്റെ നേർപകുതി കാണണം. ഇവിടെ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് തള്ളി, വീഡിയോയിൽ കാണുന്ന പോലെ 1/2 ഇഞ്ച് തള്ളി മാറ്റി അടയാളപ്പെടുത്തുക. എന്നിട്ട് നേരത്തെ വരച്ച ആ മൂലയിലെ ആ മൂലയുടെ അവിടെ 1/2 ഇഞ്ചും അടയാളപ്പെടുത്തുക. വീഡിയോ നോക്കുക. എന്നിട്ട് കർവ് പോലെ ജോയിൻ ചെയ്യുക. കട്ട് ചെയ്തെടുക്കുക. ആദ്യമേ ബാക്കാണ് വെട്ടേണ്ടത്. എന്നിട്ട് കൃത്യ അളവിൽ നമ്മുടെ ഷേപ്പ് അളവിനനുസരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ബാക്ക് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് വെട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ ആം ഹോള് വ്യത്യാസം വരും. എന്നിട്ട് നല്ല തുണിയുടെ നേരത്തെ പറഞ്ഞ ലൈനിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് നല്ല തുണി ലൈനിങ്ങിൽ വെട്ടിയ ഫ്രണ്ട് നല്ല തുണിയുടെ മീതെ ഇട്ടിട്ട് അതേപോലെ തന്നെ വെട്ടിയെടുക്കുക. ബേക്കും അതുപോലെ തന്നെ ചെയ്യുക. ഇനി സ്ലീവിന് നമ്മൾ 4 ആക്കി മടക്കണം. ലെങ്ത്ത് 10 അടയാളപ്പെടുത്തുക. വിഡ്ത്ത് 10 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ അവിടെ നിന്ന് 3 താഴത്തേക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് 1 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് കർവ് പോലെ ആം ഹോൾ സ്ലീവ് വരച്ചെടുക്കണം. പിന്നെ താഴത്തെ വണ്ണം 7 അടയാളപ്പെടുക. സ്ലീവ് വിത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട്. പിന്നെ ഫ്രണ്ട് നെക്ക് നമ്മൾ വിത്ത് 3 ഇഞ്ചും ലെങ്ത്ത് 6.5 ഇഞ്ചുമാണ് ഫ്രണ്ടിന് എടുക്കുന്നത്. എന്നിട്ട് അത് ബോക്സ് പോലെ വരച്ചെടുക്കണം. അടയാളപ്പെടുത്തിയിട്ട് ബോക്സ് പോലെ വരച്ചെടുക്കുക. അവിടെ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ കോർണറുമായിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് മാറ്റി അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ബാക്ക് നെക്ക് വിത്ത് 3ഉം ലെങ്ത്ത് 4 ആണ് അടയാളപ്പെടുത്തുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാട്ടോ. ലെങ്ത്ത് കൂട്ടി കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുക. അത് ബോക്സ് പോലെ ആക്കിയിട്ട് കോർണറിൽ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കർവ് പോലെ വരച്ചെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാം.